ഗ്രേഡിയൻ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെന്റ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗമാണ്. ഇവിടെ നമ്മൾ സോയിൽ ഇറോഷനും സോയിൽ കൺസർവേഷനെയും പറ്റിയിട്ടാണ് പഠിക്കുന്നത്. എക്സാമൊക്കെ നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് സോയിൽ ഇറോഷൻ ആൻഡ് സോയിൽ കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എന്താണ് ഈ സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത്? നമ്മുടെ സോയിൽ ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് അല്ലേ. പാരന്റ് റോക്ക് ഉണ്ടാവും, അതുപോലെ വെതറിങ് സംഭവിച്ച റോക്ക് ഉണ്ടാവും. അതുപോലെ ഏറ്റവും മുകളിൽ കാണുന്ന സോയിലിനെയാണ് നമ്മൾ ടോപ്പ് സോയിൽ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ അല്ലെങ്കിൽ നമ്മുടെ കൃഷിയൊക്കെ ചെയ്യുന്ന നമുക്ക് ആവശ്യമുള്ള സോയിൽ എന്ന് പറയുന്നത് ഈ പറയുന്ന ടോപ്പ് സോയിലാണ്. എന്നാൽ ഈ പറയുന്ന ടോപ്പ് സോയില് എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇപ്പോൾ വിൻഡ് അല്ലെങ്കിൽ വാട്ടർ, അതുമല്ലെങ്കിൽ ഇപ്പോൾ മൗണ്ടൻ റീജിയൻസിലൊക്കെ ആണെങ്കിൽ ഗ്ലേഷ്യർ, ഇതൊക്കെ കാരണം ഇങ്ങനെ വാഷ് ചെയ്ത് പോവുകയാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് റിമൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനാണ് നമ്മൾ സോയിൽ ഇറോഷൻ എന്ന് വിളിക്കുന്നത്. സോ ഒരു ഡെഫിനേഷൻ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ദ ഡീന്യൂഡേഷൻ ഓഫ് ദ സോയിൽ കവർ ആൻഡ് സബ്സീക്വന്റ് വാഷിംഗ് ഡൗൺ ഈസ് കോൾഡ് സോയിൽ ഇറോഷൻ അല്ലെ. ഡീന്യൂഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടത്ത് നിന്ന് സോയിലിനടുത്ത് മാറ്റുന്നു എന്നാണ് എൻ്റെ മീനിങ്. അപ്പോൾ സോയിൽ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റുന്നു, അതുപോലെ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ വാഷ് ഡൗൺ എന്ന് വെച്ചാൽ എന്താ, റിമൂവ് ചെയ്യുന്നു, അതിനെ വിളിക്കുന്ന പേരാണ് സോയിൽ ഇറോഷൻ. ഈ സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ സ്വാഭാവികമായും ഇത് നടക്കണം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സോയിൽ ഇറോഷനും അതുപോലെ സോയിൽ ഫോർമേഷനും നാച്ചുറലി നടക്കുമ്പോൾ അത് എന്തായിരിക്കും? അത് ബാലൻസ്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ എത്രത്തോളമാണ് ഇറോഷൻ നടക്കുന്നത് അതിന്റെ ആനുപാതികമായിട്ട് അതിന്റെ പ്രൊപ്പോർഷനായിട്ട് തന്നെ ആയിരിക്കും എന്ത് നടക്കുന്നത്? സോയിലിന്റെ ഫോർമേഷൻ നടക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഇപ്പോൾ ഡീഫോറസ്റ്റേഷൻ, ഓവർ ഗ്രേസിങ്, കൺസ്ട്രക്ഷൻ, മൈനിങ് പോലുള്ള ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന പ്രോസസ്സിന്റെ സ്പീഡ് കൂട്ടുന്നു, അല്ലെങ്കിൽ ഇത് കൂടുതലായി നടക്കാനായിട്ട് കാരണമാവുന്നു. അങ്ങനെ എന്ത് പറ്റും? ഇത് ഒരു പ്രശ്നമായിട്ട് മാറും. സോ സോയിൽ ഇറോഷൻ ഒരു പ്രശ്നമല്ല, പക്ഷേ അത് അമിതമായി നടന്നാൽ അതൊരു പ്രശ്നമാണ്. അപ്പോൾ നാച്ചുറൽ ആയിട്ട് സോയിൽ ഇറോഷൻ നടക്കുന്നത് വിൻഡ്, ഗ്ലേഷ്യർ, വാട്ടർ, ഇവർ മൂന്നുപേരാണ് സോയിൽ ഇറോഷൻ നടത്തുന്നത്. കാറ്റടിക്കുമ്പോൾ അതിൻ്റെ ഇവിടെ പൊടി പറന്നു പോകാറുണ്ട്. ഗ്ലേഷ്യർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവൂ, ലാർജ് ഷീറ്റ് ഓഫ് ഐസ് നമ്മുടെ മൗണ്ടൻസിന്റെ ഒക്കെ മുകളിൽ ഇങ്ങനെ ഒരു മൗണ്ടൻ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ മൊത്തം ഇങ്ങനെ മഞ്ഞ് പിടിച്ചു കിടക്കുന്നുണ്ടാവുമല്ലോ അല്ലേ. ഈ മഞ്ഞ് പതുക്കെ എന്ത് ചെയ്യും? താഴോട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സ്പീഡിൽ മൂവ് ചെയ്യും. അപ്പൊ അതിന്റെ കൂടെ മണ്ണൂടെ പോകുന്നതിനാണ് നമ്മൾ ഗ്ലേഷ്യർ ഇറോഷൻ എന്ന് പറയുന്നത്. പിന്നെ വാട്ടർ ഇറോഷൻ നമ്മൾ നല്ല രീതിയിൽ കണ്ടിട്ടുള്ളതാണ്. അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മനുഷ്യന്റെ ഈ പറയുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ടൈപ്സ് ഓഫ് ഇറോഷൻ പ്രധാനമായിട്ടും 3 ഉണ്ട്. അതിൽ ഈ ഞാൻ എഴുതിയിരിക്കുന്നതല്ല മൂന്നാമത്തേത്, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഒന്ന് വാട്ടർ ഇറോഷൻ ഉണ്ട്, വിൻഡ് ഇറോഷൻ ഉണ്ട്, മൂന്നാമതായിട്ട് വരുന്നത് ഗ്ലേഷ്യർ ഇറോഷൻ ആണ്. ഓക്കെ, ഗ്ലേഷ്യൽ ഇറോഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് പറയാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇനി ഈ പറയുന്ന 2 ഇറോഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പറയുന്ന മൂന്നാമത്തെ പോയിന്റ്. ഡിഫക്റ്റീവ് മെത്തേഡ് ഓഫ് ഫാമിങ്ങും പ്ലോയിങ് ഇൻ ദ റോങ് വേ എന്ത് ചെയ്യും? ഈ പറയുന്ന വാട്ടർ ഇറോഷനെ വിൻഡ് ഇറോഷനെ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഞാൻ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് അതിനെ എഴുതി എന്നേ ഉള്ളൂ. ടൈപ്സ് ഓഫ് ഇറോഷൻ ചോദിച്ചാൽ വിൻഡും വാട്ടറും എഴുതിയാൽ മതി. വേണമെങ്കിൽ ഗ്ലേഷ്യർ ഇറോഷൻ കൂടെ ആഡ് ചെയ്തോ. അതിനോടൊപ്പം അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ മനുഷ്യന്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതിൽ വാട്ടർ ഇറോഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, വെള്ളം കാരണം ഉണ്ടാകുന്ന ഇറോഷൻ. അതിനെ 2ആയിട്ട് തിരിക്കാം. ഗലി ഇറോഷനും ഷീറ്റ് ഇറോഷൻ. ഗലി ഇറോഷനും ഷീറ്റ് ഇറോഷനും നമ്മൾ പരിചയമുള്ളത് തന്നെയാണ്. ഗലി ഇറോഷൻ നോക്കിയേ, മണ്ണിങ്ങനെ ഒരു ലൈനായിട്ട് ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മണ്ണൊരു ലൈനായിട്ട് ഒഴുകി പോകുമ്പോൾ അവിടുത്തെ മണ്ണ് മൊത്തം ഇങ്ങനെ കുത്തി ഒലിച്ചു പോകുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഗലി ഇറോഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഈ ചാനലുകളെയാണ് നമ്മൾ ഗലീസ് എന്ന് വിളിക്കുന്നത്. ഗലീസ്. അപ്പൊ അതാണ് ഗലി ഇറോഷൻ എന്ന് പറയുന്നത്. ഗുലി എന്ന് നിങ്ങൾ വായിക്കില്ല, ഞാൻ ഗലി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗലി ഇറോഷൻ. അങ്ങനെ മണ്ണൊലിച്ചു പോയി കഴിയുമ്പോൾ എന്ത് പറ്റും? ആ ലാൻഡ് കൃഷിക്ക് യോഗ്യമല്ലാതായിട്ട് മാറും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബാഡ് ലാൻഡ്. ഓക്കെ, അപ്പൊ ബാഡ് ലാൻഡ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഗലി ഇറോഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ചമ്പൽ റിവർ ചമ്പൽ ബേസിന്റെ ഭാഗത്ത് ഇതുപോലെയുള്ള ലാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേര് റാവൈൻസ് എന്നാണ്. ഈ കാണുന്നതാണ് റാവൈൻസ്. കണ്ടോ, ലാൻഡ് മൊത്തം ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി അൺഫിറ്റ് ആയിട്ട് പോകുന്നത്. താഴെ കൂടെ റോഡ് പോകുന്നുണ്ട്, ഒരാൾ വണ്ടി ഓടിച്ചു പോകുന്നുണ്ട്. കണ്ടോ, മുകളിൽ എടുത്ത ഫോട്ടോ ആണ്. ഇങ്ങനെ ഒഴിച്ചു പോകുന്ന ഈ ലാൻഡ് ഇവിടെ നന്നായിട്ട്, അവിടെ ഡെസേർട്ട് റീജിയൻ ഒരു വരണ്ട പ്രദേശം ആയതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലായിട്ട് നടക്കും. ഓക്കെ, അപ്പൊ അതാണ് ചമ്പൽ ബേസിനിലെ റാവൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗലി ഇറോഷൻ കാരണം ഉണ്ടാകുന്ന ബാഡ് ലാൻഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റാവൈൻസ് എന്ന് പറയുന്നത്. ഗലി ഇറോഷൻ എന്ന് വെച്ചാൽ എന്താണ്? റണ്ണിങ് വാട്ടർ കട്ട് ത്രൂ ദ ക്ലേ സോയിൽ ആൻഡ് മേക്സ്
ഡീപ്പ് ചാനൽസ് അല്ലെ, ഈ പറയുന്ന വെള്ളം മണ്ണിൽ കൂടെ ഒലിച്ചു പോയിട്ട് ഡീപ്പ് ചാനൽസ് ഉണ്ടാകും. ആ ഡീപ്പ് ചാനലുകളെ വിളിക്കുന്ന പേരാണ് ഗലീസ്. ആ ഇറോഷൻ നമുക്ക് ഗലി ഇറോഷൻ എന്ന് വിളിക്കാം. അങ്ങനെ ഉണ്ടാകുന്ന ലാൻഡാണ് ബാഡ് ലാൻഡ്. ചമ്പൽ ബേസിനുള്ള ബാഡ് ലാൻഡിന് വിളിക്കുന്ന പേരാണ് റാവൈൻസ്. അപ്പൊ ഷീറ്റ് ഇറോഷൻ എന്തായിരിക്കും? ഇവിടെ നോക്കിയേ, ഇതുപോലത്തെ വലിയ ഏരിയകളിൽ വെള്ളം ഒരു ലാർജ് ലെവൽ ഇങ്ങനെ മുകളിൽ കൂടി ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ ഒരു വലിയ ഏരിയയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും, ഈ ടോപ്പ് സോയിലൊക്കെ റിമൂവ് ആയി പോകും. കണ്ടത് ഇവിടെ കണ്ടു, ഇത്രയും ഏരിയയിൽ നിന്നൊക്കെ എന്ത് ചെയ്തേക്കാണ്, മണ്ണൊലിച്ച് പോയേക്കാണ്. അങ്ങനെ സംഭവിച്ചാൽ അതിനെയാണ് നമ്മൾ ഷീറ്റ് ഇറോഷൻ എന്ന് പറയുന്നത്. സോ എന്താ ഷീറ്റ് ഇറോഷൻ? വാട്ടർ ഫ്ലോസ് ആസ് എ ഷീറ്റ് ഓവർ ലാർജ് ഏരിയാസ് ഡൗൺ എ സ്ലോപ്പ്. ഇൻ സച്ച് കേസസ് ദ ടോപ്പ് സോയിൽ ഈസ് വാഷ്ഡ് എവേ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഷീറ്റ് ഇറോഷൻ. എന്ന് വെച്ചാൽ എന്താ, വലിയ ഏരിയയിൽ നിന്ന് ഒറ്റ അടിക്ക് വെള്ളം ഒഴുകി പോകുമ്പോൾ ഒരു ലാർജ് ഷീറ്റ് ആയിട്ട് വെള്ളം എന്ത് ചെയ്യും, വാഷ് ഔട്ട് ചെയ്ത് പോകും. അതിനെ വിളിക്കുന്ന പേര് ഷീറ്റ് ഇറോഷൻ. അപ്പൊ ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് വാട്ടർ ഇറോഷൻ. പിന്നെ വരുന്ന ഇപ്പൊ വിൻഡ് ഇറോഷൻ ആണ്. ഇത് നമ്മൾ സ്കൂൾ ഗ്രൗണ്ടിലൊക്കെ സാധാരണ രീതിയിൽ കാണാറുണ്ട് അല്ലെ. നല്ല വേനൽ സമയത്തൊക്കെ നന്നായിട്ട് കാറ്റടിക്കുമ്പോൾ ഗ്രൗണ്ടിൽ നിന്നുള്ള മണലൊക്കെ ഇങ്ങനെ അടിച്ച് പറന്നു പോകുന്നത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിൻഡ് ബ്ലോസ് ലൂസ് സോയിൽ ഓഫ് ദ ഫ്ലാറ്റ് ഓർ സ്ലോപ്പിംഗ് ലാൻഡ് അല്ലെ. ഈ പറയുന്ന മുകളിൽ കാണുന്ന ഉറപ്പില്ലാത്ത ലൂസായിട്ട് കിടക്കുന്ന മണൽ പോലത്തെ മണ്ണിനെ എന്ത് ചെയ്യുന്നു, കാറ്റടിച്ച് പോകുമ്പോൾ അതുകൂടെ പറന്നു പോകും. അതിനാണ് വിൻഡ് ഇറോഷൻ. അപ്പോൾ ഇറോഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ അടുത്ത് നോക്കേണ്ടത് എന്താണ്, എങ്ങനെയാണ് ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. നിർത്താനൊന്നും പറ്റത്തില്ല, പക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെ കൺട്രോൾ ചെയ്യാം? 4 മെത്തേഡ് ടെസ്റ്റ് പറയുന്നു. ഒന്ന് കോണ്ടൂർ പ്ലോയിങ്, ടെറസ് ഫാമിംഗ്, സ്ട്രിപ്പ് ക്രോപ്പിംഗ്, പ്ലാന്റിംഗ്, ഷെൽട്ടർ ബെൽറ്റ്. ഫസ്റ്റ് വൺ കോണ്ടൂർ പ്ലോയിങ്. കോണ്ടൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്ലൈൻ എന്ന് വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ബോർഡർ എന്ന് ഓർത്ത് വെച്ചാൽ. ഓക്കെ, ഒരു വസ്തുവിന്റെ ബോർഡർ അല്ലെങ്കിൽ ഔട്ട്ലൈൻ ആണ് നമ്മൾ കോണ്ടൂർ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള കോണ്ടൂറിൽ എന്ത് ചെയ്യുക, പ്ലോയിങ് ചെയ്യുക. എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഒരു വസ്തുവിൽ നമ്മൾ കുറച്ച് നട്ടേക്കുന്ന സ്ഥലം ഉണ്ടാവും അല്ലെ, അതിന്റെ ഈ പറഞ്ഞ അതിര് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തെ അതിരെന്ന് പറയും. ഇപ്പൊ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ മണ്ണ് കൊണ്ട് പ്ലോ ചെയ്ത് സെപ്പറേറ്റ് ആക്കുമ്പോഴത്തേക്കും വെള്ളം എന്ത് ചെയ്യത്തില്ല, ഒറ്റയടിക്കിനെ ഒലിച്ചു പോവാതെ തട്ടി നിന്ന് പോകും. ടെറസ് ഫാമിങ്ങിനകത്തൊക്കെ നമ്മൾ കാണുന്ന പോലെ ഫ്ലാറ്റ് ലാൻഡിൽ ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്, കോണ്ടൂർ പ്ലോയിങ് എന്ന് പറയും. Okay, flowing along the contour lines can decelerate the flow of water down the slopes. This is called contour flowing. നമ്മൾ സാധാരണ ഈ വയലുകളിലൊക്കെ നമ്മളിത് ബണ്ട് കിട്ടുക എന്നെന്താണ് പറയുന്നത്. അതായത് നമ്മൾ വയലിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വയലിൻ്റെ ഒരു സ്ഥലത്ത് ഇങ്ങനെ എന്തിട്ടുണ്ടാവും, നട്ടിട്ടുണ്ടാവും. അതിൻ്റെ 4 ചുറ്റും മണ്ണ് ഇങ്ങനെ കട്ടിയായിട്ട് ഇങ്ങനെ കുഴച്ച് വെച്ചേക്കുന്നത് അല്ലേ. നമ്മൾ ഈ ഉഴുതിട്ട് ട്രാക്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ എന്നിട്ട് എന്ത് ചെയ്യും, മണ്ണിങ്ങനെ കട്ടിയായിട്ട് ഒരു ബണ്ട് പോലെ ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ ചിലപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾ വയലുകളൊന്നും അധികം കാണാറില്ലെന്ന് അറിയാം, എന്നാലും ഞങ്ങളൊക്കെ കൊച്ചുകാരുന്ന സമയത്തൊക്കെ അത്യാവശ്യം വയലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഈ പറയുന്ന എന്താണ് ഔട്ട്ലൈനിന്റെ ഭാഗത്ത് മണ്ണ് വെച്ചിങ്ങനെ ഫ്ലോ ചെയ്ത് സെപ്പറേറ്റ് ഭാഗങ്ങളാക്കി മാറ്റുന്നതാണ് നമ്മൾ കോണ്ടൂർ പ്ലോയിങ് എന്ന് വിളിക്കുന്നത്. ടെറസ് ഫാമിംഗ് സിമ്പിൾ ആണ്, ഇതാ കണ്ടു. ഇതുപോലെ ചരിഞ്ഞ പ്രദേശങ്ങളിൽ നമ്മളിങ്ങനെ സ്റ്റെപ്പായിട്ട് മാറ്റി, ഇവിടെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റില്ല, ഓരോ സ്റ്റെപ്പായിട്ട് മാറ്റിയിട്ട് കൃഷി ചെയ്യുന്ന രീതിയാണ് നമ്മൾ ടെറസ് ഫാമിംഗ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും വെസ്റ്റേൺ ആൻഡ് സെൻട്രൽ ഹിമാലയത്തിന്റെ ഭാഗത്താണ് ഈ പറയുന്ന ടെറസ് ഫാമിംഗ് കൂടുതലായിട്ട് ചെയ്യുന്നത്. സോ സ്റ്റെപ്സ് ക്യാൻ ബി കട്ട് ഔട്ട് ഓൺ ദ സ്ലോപ്സ് മേക്കിംഗ് ടെറസ് കൾട്ടിവേഷൻ റെസ്ട്രിക്റ്റ് എന്താണ് ഇറോഷൻ. അതായത് ചരിഞ്ഞ പ്രദേശങ്ങൾ, നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ റബ്ബറൊക്കെ ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അതായത് തേയില തോട്ടങ്ങൾ നിങ്ങൾ മൂന്നാറൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ടെറസ് ഫാമിങ് ചെയ്യുന്നതാണ്. സ്ട്രിപ്പ് ക്രോപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് ഫാമിൽ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ സ്ട്രിപ്സ് ആയിട്ട് മാറ്റി. ഇവിടെ കണ്ടോ, ഇവിടെ തോട്ട്സ് നട്ടേക്കെയാണ്, അടുത്ത് കോൺ നട്ടേക്കെയാണ്, അടുത്ത് വേറൊരു ചെടി നട്ടേക്കെയാണ്. ഓക്കെ, ഇത് ഹേ എന്ന് വെച്ചാൽ നമ്മൾ വയ്ക്കോല് പോലത്തെ സാധനം. കണ്ടോ, ഒറ്റയടിക്ക് ഒരു ക്രോപ്പ് നട്ട് കഴിഞ്ഞാൽ ഇതിനിടയിൽ കൂടി വെള്ളം ഒഴിച്ച് ഒറ്റയടിക്ക് അങ്ങ് പോകും. അപ്പോൾ എന്ത് പറ്റും, പല ടൈപ്പ് ചെടികൾ നട്ടേ. അപ്പോൾ എന്ത് പറ്റും, ഇതിനിടയിലൊക്കെ വെള്ളം തട്ടി നിന്ന് എന്ത് പറ്റും, പതുക്കെ ഒഴുകി പോകും. അപ്പോൾ ഈ കൊണ്ടുപോകുന്ന മണ്ണിനെയൊക്കെ അവിടെ തന്നെ എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന രീതിയാണ് സ്ട്രിപ്പ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. സോ എന്താ സ്ട്രിപ്പ് ക്രോപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാർജ് ഫീൽഡിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു സ്മോൾ സ്ട്രിപ്സ് ആയിട്ട്. ദ സ്ട്രിപ്സ് ഓഫ് ഗ്രാസ് ആർ ലെഫ്റ്റ് ടു ഗ്രോ. ഇതിനിടയ്ക്കിടയ്ക്ക് അതായത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരേ ടൈപ്പ് ചെടി ആയിരിക്കത്തില്ല. ഒന്ന് പൊക്കം കൂടിയ ചെടിയാണെങ്കിൽ പൊക്കം കുറഞ്ഞ ചെടി, അങ്ങനെ ദൂരെ നടന്ന ചെടിയാണെങ്കിൽ അതിൻ്റെ സ്ട്രിപ്പായിട്ട് അടുത്തടുത്ത് നിൽക്കുന്ന ചെടികൾ എന്ത് ചെയ്യും, നടും. അപ്പോൾ എന്ത് ചെയ്യും, ദീസ് ബ്രേക്സ് ഓഫ് ദ ഫോഴ്സ് ഓഫ് ദ വിൻഡ് അല്ലെ, വിൻഡിന്റെ ഫോഴ്സിനെ ഇത് നിർത്തും, വാട്ടറിന്റെ ഫോഴ്സിനെ നിർത്തും. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്ട്രിപ്പ് ക്രോപ്പിംഗ് എന്ന് വിളിക്കുന്നത്. ഷെൽട്ടർ ബെൽറ്റ് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതൊരു വലിയ ഫീൽഡാണ് അല്ലെ. ഈ ഫീൽഡിന്റെ ഇതാ കണ്ടോ, എൻഡിലായിട്ട് നമ്മളിങ്ങനെ മരങ്ങൾ ഇങ്ങനെ നല്ല പൊക്കമുള്ള മരങ്ങൾ നട്ടു വെച്ചേക്കാണ്. അപ്പൊ കാറ്റടിച്ച് പോകുന്ന പൊടിയൊക്കെ എന്ത് ചെയ്യും, ഇവിടെ വിട്ടു പോകാതെ ഇവിടെ തന്നെ എന്ത് ചെയ്യും, തങ്ങി നിൽക്കുന്ന ഒരു പ്രോസസ്. അല്ലെങ്കിൽ
ദൂരെ നിന്നുള്ള കാറ്റുകൾ ഇവിടെ അധികം ശക്തമായിട്ട് അടിക്കാതെ ഇത് എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. രണ്ട് രീതിയിലും പറയാം. അപ്പോൾ ഇതിനാണ് നമ്മൾ ഷെൽട്ടർ ബെൽറ്റ്, ഷെൽട്ടർ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. സോ പ്ലാന്റിംഗ് ലൈൻസ് ഓഫ് ട്രീസ് ടു ക്രിയേറ്റ് ഷെൽട്ടേഴ്സ്, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഷെൽട്ടർ ബെൽറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഈ ഷെൽട്ടർ ബെൽറ്റ് നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ വെസ്റ്റേൺ ഇന്ത്യ, അതായത് നമ്മുടെ ഡെസേർട്ട് റീജിയൻസിൽ ഉപയോഗിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, സാൻഡ് ഡ്യൂൺസുകളെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് സാൻഡ് ഡ്യൂൺസ്, ഇപ്പോൾ കണ്ടത് മണൽ കുന്നുകളാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഷെൽട്ടർ ആയിട്ട്, ഈ രണ്ടാമത്തെ പിക്ചർ നോക്കി കാണാം, ഈ ഷെൽട്ടർ ആയിട്ട് ഇങ്ങനെ മരങ്ങൾ നട്ടുപിടിക്കുമ്പോൾ ഈ മണൽ അടിച്ച് പറന്നു പോകുന്ന ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ സാൻഡ് ഡ്യൂൺസിന് സ്റ്റെബിലൈസ് ചെയ്യുക എന്ന് പറയും. അതെന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഷെൽട്ടർ ബെൽറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ നമ്മളിന്ന് പഠിച്ചത്, ഒന്ന് എന്താണ് സോയിൽ ഇറോഷൻ. സോയിൽ ഇറോഷൻ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്, പക്ഷെ മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ് അതിൻ്റെ അളവ് കൂട്ടുന്നു. ടൈപ്സ്, വാട്ടർ ഇറോഷനും വിൻഡ് ഇറോഷനും മെയിനായിട്ട് പഠിക്കുക. വാട്ടർ ഇറോഷൻ രണ്ട് ടൈപ്പ്, ഗലി ഇറോഷൻ, ഷീറ്റ് ഇറോഷൻ. ഒരു ലൈനായിട്ട് അല്ലെ എന്ത് ചെയ്യുന്നു, ഒരു ചാനൽ പോലെ മണ്ണളവിൽ പോയാൽ അത് ഗലി ഇറോഷൻ, ഒരു ലാർജ് ഏരിയയിൽ നിന്ന് പോയാൽ അത് ഷീറ്റ് ഇറോഷൻ. കാറ്റടിക്കുമ്പോൾ പോയാൽ അത് വിൻഡ് ഇറോഷൻ. മെഷേഴ്സ് 4 കോണ്ടൂർ പ്ലോയിങ് എന്ന് വെച്ചാൽ ബോർഡർ ഭാഗത്ത് നമ്മൾ മണ്ണ് പ്ലോ ചെയ്ത് വെച്ചിരിക്കുക. ടെറസ് ഫാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോപ്പിന് സ്റ്റെപ്പായിട്ട് മാറ്റുക. സ്ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇടയ്ക്കിടയ്ക്ക് ഗ്രാസോ മറ്റു ചെടിയോ ഒരു റോ ആയിട്ട് വളരാൻ അനുവദിക്കുക. ഷെൽട്ടർ ബെൽറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൗണ്ടറി റീജിയനിൽ മരങ്ങൾ നട്ട് പിടിപ്പിക്കുക. സോ ഇത്രയും പഠിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യാൻ തീരുക. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, ബൈ.